നമസ്കാരം. സൂമിംഗ് ലെൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് TK കോളനി, അതായത് പൂക്കോട്ടുംപാടം എന്നുള്ള സ്ഥലത്തിന് അടുത്തായിട്ടുള്ള TK കോളനി എന്ന സ്ഥലത്തുള്ള ഒരു റിസോർട്ടാണ് ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ട്. ഒരു വനത്തിനുള്ളിൽ നമ്മൾ താമസിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ് ഈ റിസോർട്ടിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിനുള്ള കാഴ്ചകളും സൗകര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ശ്രീ അർജുൻ ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിന്റെ ഉടമയാണ്. ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ ഫെസിലിറ്റീസ്, കാര്യങ്ങൾ, റൂമുകൾ, ഇവിടുത്തെ കാഴ്ചകൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുതിയ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ശ്രീ അർജുൻ എന്താണ് പറയാനുള്ളത് നോക്കാം നമുക്ക്. ഇവിടെ ഇത് കാണാനുള്ള ഒരു സൗന്ദര്യം മാത്രമല്ല, ഇത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി തന്നെ. ഇനിയിപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക്, അതുപോലെ കുട, ഇതെല്ലാം മുൻവശത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്താണെങ്കിലും പണ്ട് കാലത്ത് നാട്ടിലെ ഗ്രാമീണർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കൾ, അവർ കൃഷി ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന തൊപ്പിക്കുടകൾ, ഓല കൊണ്ടുള്ള അങ്ങനെയുള്ള മുറം, അങ്ങനെയുള്ള ഈ നാടൻ വസ്തുക്കളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഒരു റിസപ്ഷന് ചുറ്റുപാടുമായിട്ടുള്ള ഈ ചുമരിൽ. കൂടാതെ ഇവിടെ ഇരുന്ന് ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വായിക്കാനായിട്ട് ബുക്ക് ഷെൽഫ്, അതിനകത്ത് കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. തൊട്ടടുത്തുള്ള നടുമുറ്റത്ത് മഴവെള്ളം വീഴുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 10-50 പേർക്ക് വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലുള്ള ഒരു ഡൈനിങ് ഹാള്. ശരി, സ്വദേശം എവിടെയാണ്? എറണാകുളം. ഇപ്പൊ ഇത് ഈ ഒരു റിസോർട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് എത്ര വർഷമായിട്ടുണ്ട്? ഏകദേശം 9 കൊല്ലമായി. 9 വർഷം തുടങ്ങിയതാണ്. അത് ഇങ്ങനെ ഒരു ഏരിയയില് ടൗണിൽ ഉള്ളിലേക്കാണല്ലോ, അങ്ങനെ ഒരു ഏരിയ കണ്ടെത്താനുണ്ടായ സാഹചര്യം എന്താ? കണ്ടെത്തിയതല്ല, ഇതൊക്കെ ഇങ്ങനെ ആയിത്തീരുന്ന. ശരിക്കും പറഞ്ഞ അച്ഛൻ ഇതിന്റെ അടുത്ത് കൂടി ഒരു കാട്ടരുവി ഒഴുകുന്നുണ്ട്, അവിടെ വന്നൊന്ന് കുളിച്ചതാ. ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കണമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. അങ്ങനെ പിന്നെ പല പല സ്ഥലങ്ങൾ വിൽക്കാനായിട്ടുള്ള, നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ വാങ്ങിച്ചു. പിന്നെ അതൊരു റിസോർട്ട് എന്നുള്ള രീതിയിലല്ല, നമുക്ക് നമ്മുടെ റിലേറ്റീവ്സോ അങ്ങനെ വന്ന് ഈ ബേസിക്കലി ഈ ഒരു നേച്ചർ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാൻ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ്. പിന്നെ അത് ഡിമാൻഡ്സും അല്ലെങ്കിൽ ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് കാരണം അത് ഒരു റിസോർട്ട് എന്നുള്ള രീതിയിലേക്ക് അത് പ്ലാനിങ് സ്റ്റേജിലേ പിന്നെ മാറ്റിയത്. എന്നുവെച്ചാൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് കൂടി വരിക, നമ്മൾ പിന്നെ അതനുസരിച്ച് ഇപ്പൊ ഒരു പ്രോപ്പർ ഇതിലേക്ക് കൂടി. എറണാകുളത്ത് നിന്ന് ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ എത്തിപ്പെടാൻ എങ്ങനെ എത്തിപ്പെട്ടു? നിമിത്തം യോഗം. പിന്നെ ഇവിടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ചിത്രശലഭങ്ങളുടെ ഒരു സീസണാണ്. ധാരാളം ചിത്രശലഭങ്ങൾ വരാറുണ്ടെന്നാണ് പറയുന്നത്. അച്ഛൻ ബാങ്ക് ഓഫ് ബറോഡ സീനിയർ മാനേജർ ആയിരുന്നു. അച്ഛൻ തിരൂര് വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഇവിടെ പൂക്കോട്ടുംപാടത്തുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തിനെ കാണാനായിട്ട് ഒരു കല്യാണം വിളിക്കാനായിട്ട് വന്നപ്പോ അവര് ഇങ്ങനെ, ഞങ്ങള് കുടുംബക്കാർക്കൊക്കെ അറിയാം ഈ വെള്ളപ്രാന്തന്മാരാണ്. അപ്പൊ അങ്ങനെ വെള്ളം ഇവിടെ നല്ല വെള്ളം ഉള്ളത് കൊണ്ട് അച്ഛനെ കൊണ്ടുവന്ന് വെച്ച് കുളിപ്പിച്ചതാ. അതാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും എത്തിപ്പെടാതെ. അതെ അതെ അതെ. എത്ര ഏക്കറാണ് പറഞ്ഞത് സ്ഥലം? റിസോർട്ടിനായിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ബെൽറ്റ് ഒരു 7 ഏക്കർ സ്ഥലം, 7 ഏക്കറിന് അടുപ്പിച്ചാണ്. ഇതൊരു എക്സ്പീരിയൻഷ്യൽ സ്റ്റേ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് റിജുവനേറ്റ് ചെയ്തിട്ട് പോകണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് കംപ്ലീറ്റ്. ടൗണിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ആകുമ്പോൾ പ്രത്യേക ഒരു ശരിക്കും 3 സൈഡും ബേസിക്കലി കാടാണ്. കാണുന്ന പോലെ 2 സൈഡും മലകളാണ്. പിന്നെ
ഈ നമ്മളുടെ ആ ഒരു കൺജഷൻ ഫീൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഇവിടെ ഈ ഇരിക്കുമ്പോൾ തന്നെ ഈ വെള്ളം ഒഴുകുന്ന സൗണ്ടും ഒക്കെ കേൾക്കാനായിട്ട്. ഇപ്പൊ മഴ കുറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് സൈഡ് കംപ്ലീറ്റ് നമ്മുടെ വാട്ടർ സ്ട്രീം. അങ്ങനെ വെള്ളം ഒഴുകുന്ന സൗണ്ട് ശരിക്കും. അപ്പൊ ആ ഭാഗമൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അല്ല, നമ്മളിവിടെ ചെയ്തിരിക്കുന്നതൊക്കെ പ്രകൃതിനെ അതേപോലെ നിർത്തി നമ്മളുടേതായിട്ടുള്ള ഒരു മിനുസപ്പണികൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൂ. അല്ലാണ്ട് അതിനൊരു കോട്ടം വരുത്താണ്ട് അത് വന്ന് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. റൂംസ് ആണെങ്കിലും എല്ലാ റൂംസും ഒരു 500 സ്ക്വയർ ഫീറ്റ് വരും. ഒരു കൺജഷൻ ഒരു രീതിയിലും തോന്നരുത് എന്നുള്ള രീതിയിലാണ്. എത്ര റൂംസ് ആണ് ഇവിടെ? നമുക്ക് ടോട്ടൽ ഇപ്പൊ 7 റൂംസും ഒരു ബസ് ഹൗസും ആണ് ഉള്ളത്. ബസ് ഹൗസ് വേറൊരു കൺസെപ്റ്റ് ആണ് കാണിച്ചത്. ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിൽ നിന്നുള്ള ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഇവിടുത്തെ മറ്റ് മനോഹര കാഴ്ചകളുമായി അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം.